ഹായ് എവരിവൺ, വേദഗണിതം വേദിക് മാത്സിൻ്റെ 17ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നൊരു കാൽക്കുലേഷൻ അല്ല, മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നത് തന്നെയാണ്. പക്ഷേ ഇത് ഒരു സിമ്പിളായിട്ടുള്ള നമ്പേഴ്സ് മാത്രം എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മൾട്ടിപ്ലിക്കേഷനാണ്. വലിയ നമ്പേഴ്സൊക്കെ വരുമ്പോഴും ചെറിയ കോംപ്ലിക്കേഷനൊക്കെ വരും. ചെറിയ നമ്പേഴ്സ് 2 ഡിജിറ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒരു ടൈം പാസ് പോലെ, അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് വളർത്താൻ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ജാപ്പാനീസ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത്. ചിലപ്പോൾ പല ചാനലിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ ഒരു മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈൻസ് ആണ്. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈൻസ് ആണ്. ലൈൻസ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലിക്കേഷൻ്റെ ആൻസർ എന്താണെന്ന് എഴുതുകയാണ് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ എടുത്ത് 1-2 എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ വലിയ ഡിജിറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ കൺഫ്യൂഷൻസ് വരാം. അപ്പോൾ പൊതുവേ ഒരു 2 ഡിജിറ്റ് നമ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി 2 ഡിജിറ്റ് ഇൻറ്റു 2 ഡിജിറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഒരു കുട്ടികൾക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നൊരു മെത്തേഡാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഇതൊരു എക്സാം പർപ്പസ് ആയിട്ടോ ഒന്നിനെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡൊന്നുമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു എക്സാമ്പിളോ 13 ഇൻറ്റു 21. 2 ഡിജിറ്റ് നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. സിമ്പിളായിട്ടുള്ള നമ്പർ എടുത്തത് കൂടുതൽ മനസ്സിലാക്കും. ഒരുപാട് ലൈൻസ് വരഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ ഒരുപാട് നമ്പേഴ്സ് ഉള്ളത് എടുത്ത് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഞാൻ പറയുമ്പോൾ ചെറിയ നമ്പേഴ്സ് എടുത്ത് പറഞ്ഞു തരുന്നത് അത് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 13 ഇൻറ്റു 21 ഇപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ 1 3 2 1 ഈ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലൈൻസ് വരേണ്ടത്. അപ്പോൾ നോക്കാം, അപ്പോൾ ഇവിടെ 1, അപ്പോൾ ഫസ്റ്റ് നമ്പർ 1 ആണ്. ഇപ്പോൾ എന്ത് ചെയ്യുക, ഒരു ലൈന് കുറച്ച് ചെരിച്ചിട്ട് വരെ, ഓക്കെ, ഒരു സ്ലാൻഡിങ് ലൈൻ വരെ. ഇനി അടുത്തത് വരുന്നത് 3 ആണ്. കുറച്ച് വിട്ടിട്ട് 3 ലൈൻസ് വരെ, ഓക്കെ, 1 2 3 ലൈൻസ്. ഓക്കെ, ഇനി വരുന്നത് 2 ആണ് അല്ലേ, 2 ആണ് വരുന്നത്. അത് താഴെ 2 ലൈൻസ് വരെ. ഓക്കെ, ഇനി വരുന്നത് 1 ആണ്, അത് മുകളിൽ വരെ. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഡൗൺ അപ്പ്, ഈ ഒരു ഓർഡർ ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇനി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് ലാസ്റ്റ് പ്ലേസോ ഈ ഡയഗണലായിട്ട് വരുന്ന നമ്പേഴ്സ് നമ്മൾ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇത് യൂണിറ്റ് പ്ലേസ്, ഇത് മിഡിലിൽ വരും, ഇത് ലാസ്റ്റ് പ്ലേസിൽ വരും, ഇത് ഫസ്റ്റ്, അതായത് യൂണിറ്റ് പ്ലേസിൽ വരും. അതായിരിക്കും അതിൻ്റെ ആൻസർ. ഇപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടിച്ചേരുന്ന പോയിന്റുകൾ കാണാം അല്ലേ. ഈ ലൈൻസുകൾ തമ്മിൽ കൂടിച്ചേരുന്ന പോയിന്റുകൾ, ഇപ്പോൾ ഈ 2 ലൈനും തമ്മിൽ ഇവിടെ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, അതുപോലെ ഇവിടെ ഈ ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് കൂടിച്ചേരുന്ന പോയിന്റുകളുടെ എണ്ണം എടുക്കുക. അപ്പോൾ ഇവിടെ 2 ആണുള്ളത്, അപ്പോൾ ഇവിടെ 2 എഴുതും. ഇനി ഇവിടെ നോക്കാം, അതായത് ഈ ഡയഗണലായിട്ട് വരുന്ന ഒരു പോയിന്റുകൾ, ഡയഗണലായിട്ട് വരുന്ന ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ എത്രയുണ്ട് നോക്കാം. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതുപോലെ ഇവിടെ 1 2 3 4 5 6. അപ്പോൾ ഇവിടെയുള്ള 6 പോയിന്റുകളും ഇവിടെയുള്ള ഒരു പോയിന്റ് തമ്മിൽ ആഡ് ചെയ്യുക. 6 + 1 എന്ന് പറയുന്നത് 7 ആണ്, അത് ഇവിടെ ഇട്ട്. ഇനി ഇവിടെ ലാസ്റ്റിൽ 1 2 3 അല്ലേ, 3 പോയിന്റുകളാണുള്ളത്, അത് ഇവിടെ ഇടും. ഇപ്പോൾ 2 7 3 ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. 273 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ആൻസർ എന്തായിരിക്കും, 273 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഇപ്പോൾ 13 ഇൻറ്റു 21 എന്ന് പറയുന്നതിൻ്റെ ആൻസർ ലൈൻസ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്തു തരാം. അപ്പോൾ കുറച്ചുകൂടി സ്ലാൻഡിങ് ലൈൻസ് വരച്ചു കഴിഞ്ഞാലാണ് നമുക്ക് വ്യക്തമായിട്ടത് ആഡ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഇപ്പോൾ ഒരു നമ്പർ കൂടി എടുത്തു കഴിഞ്ഞാൽ 32 ഇൻറ്റു 12 നമുക്ക് കണ്ടുപിടിക്കാം. 32 ഇൻറ്റു 12 ആദ്യം വരുന്നത് ലെഫ്റ്റിൽ വരെയാണ്, 3 ആണ്. അപ്പോൾ 3 ലൈൻ വരെയാണ്. കുറച്ച് ചെരിച്ചിട്ട് വരഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത്. 3 ലൈൻ വരെയാണ്. ഇനി വരുന്ന 2 കുറച്ചുകൂടെ വിട്ടിട്ട് 2 ലൈൻസ് വരെയാണ്. ഇനി വരുന്ന 1 അത് ഡൗൺ സൈഡിൽ വരെയാണ്. ഇനി വരുന്നത് 2 അത് അപ്പ് സൈഡിൽ വരെ. ഓക്കെ, ഈ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചെരിച്ചിട്ട് വരെയാകുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇത് ലാസ്റ്റ് പ്ലേസോ ഇത് മിഡിലോ ഇത് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് യൂണിറ്റ് പ്ലേസിലോ ഏതാണ് നമ്പർ വരുവാന്ന് നോക്കാം. ചിലപ്പോൾ നമ്മൾ നമ്പർ വരുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ ബാലൻസ്
ബാലൻസ് ഒക്കെ വരാം. ചിലപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ 10ന് മുകളിലൊക്കെ വരാം, 10, 12 അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ 2 എഴുതിയിട്ട് 1 ബാലൻസ് വെക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ അഡീഷൻ നമുക്കറിയാം റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പോൾ ഇവിടെ 2, 1, 2, 3, 4, ഇവിടെ 4 വരും. പിന്നെ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ? ടോട്ടൽ 8 ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ആണുള്ളത്. അപ്പോൾ അവിടെ 8 വരും. 1, 2, 3, 3 വരും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? 384 ആയിരിക്കും. ചെറിയൊരു മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്കാണ്. നമ്മൾ ഇത് എക്സാമിനൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡല്ല, പക്ഷേ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു മെത്തേഡ് അത്രയേ ഉള്ളൂ. അതായത് ജാപ്പനീസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്നാലും ഒന്ന് നോക്കി വെക്കുക, എന്നിട്ട് കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു ട്രിക്കുമായി വരുന്നത് വരെ